മൂവാറ്റുപുഴയിൽ കടയുടമയെ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമം. വെള്ളട കിളിയൂർ ചായംപൊറ്റ അജിൻ ഭവനിൽ ആലിബർ മകൻ അജിനെയാണ് കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്ന് കാലിത്തീറ്റ കയറ്റി വന്ന് ലോറി ഇടിച്ചു തെറിപ്പിച്ചത്. അജിന്റെ സ്വന്തമായ കാവേരി മിഗഡ്സ് ഫാമിംഗ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന CPF ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും 12 ടണ്ണോളം വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റ അജിൻ വാങ്ങുകയും അതുകൊണ്ടുവരുന്നതിലേക്കായി AJ ട്രാൻസ്പോർട്ട് വഴി TN 32BF 4014 എന്ന നമ്പരിൽ നിന്നുള്ള വാഹനം ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ 13-ാം തീയതി സ്ഥാപനത്തിൽ വന്ന ലോഡ് നോക്കുമ്പോൾ തീറ്റയെല്ലാം നനഞ്ഞ് നശിച്ചതായി കണ്ടതുകൊണ്ട് അജിൻ ലോഡ് ഇറക്കാൻ വിസമ്മതിക്കുകയും തുടർന്ന് തീറ്റ കമ്പനിയുമായി സംസാരിച്ചതിൽ വെച്ച് കേടായതിന് നഷ്ടപരിഹാരം ചെയ്യാമെന്ന കമ്പനി ഉറപ്പു പറഞ്ഞതിൽ ലോഡ് ഇറക്കാൻ അജിൻ സമ്മതിച്ചു. എന്നാൽ ലോഡ് ഇറക്കി തീർന്നതും വാഹനം എടുത്തുകൊണ്ടു പോകാൻ ഡ്രൈവർ ശ്രമിച്ചതും തടയാൻ ചെന്ന അജിനെ ലോറി കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ചു. ലോറി മുന്നോട്ടു പോവുകയും ഇത് കണ്ട നാട്ടുകാർ ലോറി തടഞ്ഞപ്പോൾ വാഹനത്തിന്റെ താക്കോലും എടുത്ത് രക്ഷപ്പെടുകയും ചെയ്തു. സ്ഥാപനത്തിന്റെ ഉടമയെ തലയ്ക്കും വലതു തോളിനും ഗുരുതരമായി പരിക്കേറ്റ് വെള്ളട രുക്മിണി മെമ്മോറിയൽ ദേവി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഒരു ഫാമുകളിൽ കൊടുക്കാൻ പറ്റില്ല. ഏകദേശം 100-200ഓളം ഫാമുകളിൽ കൊടുക്കേണ്ട തീറ്റയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും തീറ്റ ഇതിന് പിന്നെ അവരോട് സംസാരിച്ചപ്പോഴത്തേക്കും അതിന് തർക്കങ്ങളായി. അവരത് സംസാരമോ 2 ഡ്രൈവർമാരെ നല്ല ബന്ധിപ്പിച്ചിട്ടാണ് കാണുന്ന സമയത്ത്. അപ്പോഴത്തേക്ക് അവരോട്ട് സംസാരിച്ച് ക്ലിയർ ആവില്ല എന്നുള്ള ഒരു ധാരണയിൽ ഉള്ള പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി എഴുതിക്കൊണ്ട് ഉള്ള സ്റ്റേഷനിൽ പോയായിരുന്നു. 12 ടണ്ണ് തീറ്റ ഞങ്ങൾ ഗോഡൗണിൽ വന്നപ്പോഴത്തേക്ക് കേടായെന്ന് ഞങ്ങളത് മനസ്സിലായത് ഉപയോഗിക്കാൻ പറ്റില്ല. സാറ് നിങ്ങളൊന്ന് ഇടപെട്ടെന്ന് സംസാരിച്ചാൽ പരിഹാരം കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ പോലീസുകാർ പറഞ്ഞു നിങ്ങളെ തീറ്റയുടെ കാര്യം ഞങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. തീറ്റ കേടായിരുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ വണ്ടിയിലോ അവരുമായിട്ട് സംസാരിക്കുക. ഞങ്ങൾക്ക് വേറെ 100ഓളം കാര്യങ്ങളുണ്ട്. തീറ്റ നിങ്ങളെ ബിസിനസ്സിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങളെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും 13-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് പോയായിരുന്നു. എൻ്റെ സ്റ്റാഫ് പോയപ്പോഴത്തേക്ക് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വണ്ടി ഞങ്ങൾക്ക് കസ്റ്റഡി എടുക്കാനോ അവരുമായിട്ട് സംസാരിക്കാനോ ഉള്ള നിയമം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അയാളെയും പറഞ്ഞു വിട്ടായിരുന്നു. വീണ്ടും വൈകുന്നേരം പോയതെന്ന് പറയുമ്പോഴത്തേക്ക് പല നമ്പറുകളിൽ നിന്നും ഹിന്ദിയിലും പല ഭാഷകളിലും ഓരോരുത്തർ വിളിച്ച് ഭീഷണിയാണ്. വെട്ടിക്കളയും കൊന്നുകളയും അത് ഞങ്ങൾ വണ്ടി ചോദിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതും പോയി സംസാരിച്ചപ്പോഴത്തേക്കും അവർ പിന്നെ പോലീസുകാർ പറയുന്നത് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതുകൊണ്ട് അവരുമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാണോ അവരുമായിട്ട് തന്നെ സംസാരിച്ച് ഞങ്ങൾക്കൊന്നും റോളൊന്നുമില്ല, ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോലീസ് സംസാരിച്ചത്. വണ്ടി ഇടിച്ചാൽ ഇതൊരു ആക്സിഡന്റ് ആയി ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ് പരാതി. അപ്പോഴാണ് പരാതി സ്വീകരിച്ചത്. സ്റ്റേഷൻ ഹോസ്പിറ്റലിൽ വന്ന് വണ്ടി കിടക്കുന്നിടത്ത് വരെയോ ആ വണ്ടി അവർ പോലീസ് കസ്റ്റഡിയിലൊക്കെ ഇതുവരെയായിട്ട് അവർ നിയമപരമായിട്ടുള്ള ഒരു സഹായങ്ങളോ ഒരു അന്വേഷണമോ ഒന്നും തിരക്കിയൊന്നുമില്ല. ഇത്രയും സമയത്ത് പല പ്രാവശ്യം എന്നെ ഇന്നലെ ഫോണിൽ വിളിച്ച് പറയുന്ന പിന്നെ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ CI-സാറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ പോയി കിടക്കുന്നത്. സംരക്ഷണം തരേണ്ട പോലീസുകാര് ഞങ്ങൾക്ക് ഒരു തരത്തിൽ സംരക്ഷണം തരുന്നില്ല. എത്രത്തോളം ഇവരുടെ പോലീസുകാർ ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.